Good evening. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. എല്ലാവർക്കും സുഖമല്ലേ? Good evening, ma'am. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഹെൽത്ത് ഒക്കെ സുഖം നല്ല സുഖമായിട്ടിരിക്കുന്നു മാം. മാമിന് എങ്ങനെയുണ്ട്? എനിക്ക് ചുമയാണ്, ചുമ മാറുന്നില്ല. കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്, പക്ഷെ ചുമ ഇന്നും കൂടി ഡോക്ടറെ കണ്ടിട്ടാണ് ഇപ്പൊ നേരെ ഇങ്ങോട്ട് പോരുന്നേ. സംസാരിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ട് വരുന്നു. ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ട്, ശ്വസിക്കാനായിട്ട് കുറച്ച് അധികം ഇങ്ങനെ സംസാരിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അന്നത്തേതിനേക്കാൾ കുറഞ്ഞു, പക്ഷെ ശരിയായിട്ട് വരുന്നില്ല. ഓക്കെ, അപ്പൊ ഇന്നാരാ പ്രേയർ ആരാ? ആരെങ്കിലും റെഡി ആണോ? Yes, miss. ഞാൻ റെഡിയാണ്. സാന്ദ്ര വർഗീസ് അല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. Dear God, I'm very thankful for all your blessings. Please lead us to the brighter future. Show us the way in every difficult situation. Please help us to spread goodness everywhere. Bless our day. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മൾ ആ ടേബിള് കംപ്ലീറ്റ് ചെയ്തായിരുന്നു അല്ലേ? ഓർമ്മയില്ലേ? Yes, ma'am. ഓക്കെ, മുബീനൊക്കെ ഓർമ്മയുണ്ടോ? അല്ലേ? അത് മാം ഇതിലിടാ പറഞ്ഞിരുന്നില്ലേ, ക്ലാസ് റൂമിൽ ഇടാ പറഞ്ഞിരുന്നില്ലേ, എഴുതാൻ പറ്റാത്തോണ്ട് ഇട്ടിട്ടില്ല അല്ലേ? ഞാൻ നാളെ എന്തായാലും ഇടാം. ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല, നിങ്ങൾക്ക് അന്ന് ക്ലാസ് എടുത്ത് കഴിഞ്ഞ പിന്നെ ആകെ പോയിണ്ട് അല്ല, പിന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ തുടങ്ങിയാ വന്നു തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഞാൻ അതുകൊണ്ടാ വിട്ടുപോയത് കേട്ടോ. നാളെ ഞാൻ പറഞ്ഞോളൂ ഇവിടെ ഇടാനായിട്ട്. നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും അത്? ആദ്യത്തെ എഴുതിയപ്പം മാം പറഞ്ഞു അത് എഴുതാൻ നിൽക്കുമ്പോഴത്തേനും ടൈം കുറെ ആവും എന്ന് പറഞ്ഞിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അല്ല, എവിടം വരെയാണ് കറക്റ്റ് ആയിട്ട് പോയേക്കണത്? എവിടം തുടങ്ങിയാ കറക്റ്റ് ആയിട്ട് എഴുതിയേക്കുന്നേ? ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് എല്ലാം എഴുതിയിരുന്നു. അല്ല, എല്ലാം എഴുതിയിട്ടുണ്ടോ? 2 to 3 5 years വരെ എഴുതിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഞാൻ എന്തായാലും അത് ക്ലാസ് റൂമിൽ ഇട്ടേക്കാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഞാനത് ഓരോരുത്തരെ കൊണ്ടായിട്ട് പറയിപ്പിക്കാൻ പോവാണ്. നോട്ട് നോക്കാതെ മാക്സിമം പറയാനായിട്ട് നോക്കുക കേട്ടോ. റെഡിയാണോ? മാം എന്തായിരുന്നു മാം ക്ലാസ്സിൽ കയറി? ഞാൻ ഒരു ടേബിൾ എഴുതിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സില്? ഓർമ്മയില്ല ആരിപ്പിക്ക്? ലാംഗ്വേജ് ഡെവലപ്മെന്റ്. മറ്റേ 3 to 4 years അങ്ങനെയാണോ? അത് തന്നെ. അത് ഫുള്ളായിട്ട് എഴുതി കഴിഞ്ഞായിരുന്നല്ലോ, 5 years വരെ ഉള്ളത്. യെസ് മാം. അത് ഓരോരുത്തരെ കൊണ്ടായിട്ട് പറയിപ്പിക്കാൻ പോവാണെന്ന്. നോട്ട് നോക്കരുതെന്ന്, മനസ്സിലായോ? ഓക്കെ. റെഡിയാണോ എല്ലാവരും? ആർ യു റെഡി? യെസ് മാം. ഓക്കെ. അപ്പൊ ദീപ്തി ഹരിയോടാണ് കേട്ടോ. യെസ് മാം. ഓക്കെ, ഒന്ന് പറയാനായിട്ട് നോക്കിയേ. നോട്ട് നോക്കണ്ട കേട്ടോ, നോട്ട് നോക്കരുത്, പറയാനായിട്ട് ശ്രമിക്കാം. കുഞ്ഞിന്റെ ജനനം തുടങ്ങി ബർത്ത് ടു 5 months വരെയുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞേ. ചെറിയ ചുണ്ടനക്കൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ കളിപ്പിക്കുമ്പോ ചിരിക്കും, നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കും. പിന്നെ പകല് കൂടുതൽ ഉറക്കായിരിക്കും. ചില കുട്ടികള് പകല് ഉറക്കായിരിക്കും, ചില കുട്ടികൾ രാത്രി ആയിരിക്കും. ചിലവര് രാത്രി നല്ല കളികളായിരിക്കും, ചിലവര് പകല് കളിക്കും ചില കുട്ടികള്. പിന്നെ ഉറക്കത്തിൽ കിടന്ന് ചിരിക്കും, പിന്നെ കരയും എന്നാണ് മാം. ഓക്കെ, നെക്സ്റ്റ് ഏതായിരുന്നു?
6 months തുടങ്ങി 11 months വരെയുള്ള കാര്യങ്ങള്. അനു സന്തോഷ് എന്ന് പറഞ്ഞേ. അനു സന്തോഷ്. ഇല്ലേ? ഓക്കെ, മുബീന പറയോ എന്നാല് 6 തുടങ്ങി 11 മാസം വരെയുള്ള കുട്ടികളില്. യെസ് മാം. ആ, അണ്ടർസ്റ്റാൻഡിങ് നോ കുട്ടികൾ പിന്നെ അതുപോലെ മമ്മ പാപ്പ അങ്ങനെയുള്ള വേർഡ്സ്, മീനിങ് ഇല്ലാത്ത വേർഡ്സ് സംസാരിക്കും. പറയും. പിന്നെ അവരുടെ സംസാരിക്കുന്ന ആക്ഷനിലൂടെ ആയിരിക്കും ഓരോന്ന് കാണിച്ചു തരുന്നതൊക്കെ, ചൂണ്ടിക്കാണിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഇങ്ങനെ സൗണ്ട് ഓരോന്നിന് ഓരോ കാര്യങ്ങൾക്ക് ഓരോ പ്രത്യേക സൗണ്ട്. ഇപ്പോൾ സന്തോഷാണെങ്കിൽ അതിന്റെ ചിരിച്ചോണ്ട് ഇങ്ങനെ ഓരോ സൗണ്ട് ഇടും. ഇപ്പൊ കരയുകയാണെങ്കിൽ അങ്ങനെ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ എന്താ ചെറിയ ചെറിയ വേർഡ്സ് ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് സബീക. യെസ് മാം. ഓക്കെ, 12 to 17 monthsലുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞേ. ആൻസർ സിമ്പിൾ ക്വസ്റ്റ്യൻസ്. പിന്നെ നോൺ വെർബലി ക്ലിയർ ഒന്നും ഉണ്ടാവില്ല. പിന്നെ 3 വേർഡ്സ് ഒക്കെ കൂട്ടി സംസാരിക്കാന് 2 to 3 വേർഡ്സ് ഒക്കെ അവര് കൂട്ടി സംസാരിക്കും. പിന്നെ ഒരു പേഴ്സണെയോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനൊക്കെയോ അവര് എന്താ പറയാൻ ശ്രമിക്കും, ഇന്നതാണ് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. പിന്നെ വേർഡ്സ് ഒക്കെ നമ്മള് പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഇങ്ങോട്ട് അവര് നമ്മൾ അങ്ങോട്ട് പറയണത് തന്നെ ഇങ്ങോട്ട് പറയാൻ വേണ്ടിയിട്ട്, ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. പിന്നെ 6 വേർഡ്സ് കൂട്ടി പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഓക്കെ, നെക്സ്റ്റ് 18 to 23 months ജ്യോതി ഉദയ. മാം 18 to 23 months പറയുമ്പോൾ 1.5 to 2 years. അപ്പൊ ഏകദേശം ഒരു 50 വേർഡ്സ് ഒക്കെ പറയാൻ തുടങ്ങും. പിന്നെ പ്രൊനൗൺസിയേഷൻ അത്ര ക്ലിയർ ആയിരിക്കില്ല പറയണത്. പിന്നെ കോമൺ ഫുഡ്സ് ആയിട്ടുള്ള അതിന്റെ ഒക്കെ പേരുകൾ പറയാൻ തുടങ്ങും. ഇപ്പൊ ചോറ്, കഞ്ഞി, അങ്ങനത്തെ ഒക്കെ ചില കോമൺ ആയിട്ട് കാണുന്ന അവർക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നുന്നതൊക്കെ പറയാൻ തുടങ്ങും. പിന്നെ ചില ആനിമൽ സൗണ്ട്സ് ഒക്കെ പറയാൻ തുടങ്ങും. മിയാവ്, മൂമു, അങ്ങനെയൊക്കെ ആനിമൽസിന്റെ സൗണ്ട്സിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. പിന്നെ കമ്പൈൻ ചെയ്ത് സംസാരിക്കാൻ തുടങ്ങും വേർഡ്സിനെ. ഇപ്പൊ അമ്മ പോയി അല്ലെങ്കിൽ അമ്മ വന്നു അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങും. പിന്നെ എന്റെയാണ്, ഇപ്പൊ ആരുടെയാന്ന് ചോദിച്ചാൽ അവര് എന്റെയാണ്, എന്തും കണ്ടാൽ എന്റെ എന്ന് പറയാൻ നോക്കും. പിന്നെ 2 വേർഡ് ഫ്രേസസ് യൂസ് ചെയ്തിട്ട് പറയാൻ തുടങ്ങും. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് നിസിയ സമദ്. നിസിയ ഇല്ലേ? ഭാവന. നിസിയ ഉണ്ടോ? ഓക്കെ ഓക്കെ. 2 to 3 years ആണ് കേട്ടോ പറയണ്ടേ. 2-3 yearsല് ഇൻ ഓൺ വെച്ച് സംസാരിക്കും. മുകളില് താഴെ എന്നൊക്കെ പറയും. പിന്നെ നിന്റെ, എന്റെ, അവളുടെ എന്നൊക്കെ പറയാൻ ശ്രമിക്കും. പിന്നെ അവര് വലുത്, ചെറുത്, സന്തോഷം അങ്ങനെയൊക്കെ പറയും. പിന്നെ 3 വേർഡ്സ് സെന്റൻസ് ആയിട്ട് പറയാൻ ശ്രമിക്കും. പിന്നെ സിമ്പിൾ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ പറയും. പിന്നെ ചാടി അങ്ങനെയുള്ള പ്ലൂറലായിട്ട് വേർഡ്സ് ഒക്കെ പറയാൻ ശ്രമിക്കും. ഓക്കെ,
ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ് 3 to 4 years കേട്ടോ. ആരാ പറയാ? ഭാവന. 3 to 4 years. ഞാൻ കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇന്ന് അഡ്മിറ്റ് ആയിരുന്നു. ഇന്ന് വന്നതേ ഉള്ളൂ. അതുകൊണ്ട് പ്രോപ്പർ ആയിട്ട് കയറാൻ പറ്റിയില്ലായിരുന്നു. എന്ത് പറ്റി ഭാവന? എനിക്ക് ഫുഡ് ഇൻഫെക്ഷൻ ആയതാ. അയ്യോ, എന്ത് പറ്റിയത്? എന്ത് ഭക്ഷണം കഴിച്ചേ? മാങ്ങ കഴിച്ചായിരുന്നു വെളിയിൽ നിന്ന് വാങ്ങിച്ച. അപ്പൊ അങ്ങനെ എന്തോ ആയതാന്ന ഡോക്ടർ പറഞ്ഞു. നല്ല ഛർദി ഒക്കെ ആയിരുന്നു. ഉണ്ടല്ലേ? വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. ഇപ്പൊ ട്രിപ്പ് ഇട്ടേക്ക് ഇന്ന് വന്നു. വന്നല്ലേ? ഓക്കെ 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 ഓക്കെ. രാഖി ഉണ്ടോ? മാം 3 to 4 years ഒന്ന് പറയട്ടോ. മാം ഞാൻ നോട്ട് എഴുതിയിട്ടില്ല. എന്റെ ഒരു അറിവ് വെച്ച് പറഞ്ഞാൽ മതിയോ? അല്ല നോട്ട് ഇടാഞ്ഞോണ്ട് പറഞ്ഞാൽ മതിയോ? മതി മതി, പറഞ്ഞാ മതി. 3 to 4 years ആകുമ്പം കുട്ടിക്ക് ഓരോ കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിക്കുന്നത് ആയിട്ട് ശ്രദ്ധിച്ച് കേട്ടിട്ട് നമ്മളോട് തന്നെ ഓരോ കാര്യങ്ങളും അവര് കാണിച്ച് കുറച്ചും കൂടെ ക്ലിയർ ആയിരിക്കും. കാര്യങ്ങളൊക്കെ ആവശ്യമായാലും പിന്നെ അവര് വലിയ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ സംസാരിക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് കേട്ടിട്ട് നമ്മളോട് ചോദിക്കും. എന്തെങ്കിലും സബ്ജക്റ്റ് പഠിക്കുന്ന കാര്യങ്ങൾ എല്ലാം പറഞ്ഞു കൊടുത്താലും അതിനെ എടുത്തു തരാൻ പറഞ്ഞ അത് അവർ വീണ്ടും ആ പേര് വയ്ക്കും. പിന്നെ ഓക്കെ ഓക്കെ ഓക്കെ. ആരിഫ ഒന്ന് പറഞ്ഞേ. നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? എക്സ്പ്ലെയിൻ ചെയ്യട്ടോ. ഫുഡ്സിന്റെയും ക്ലോത്ത്സിന്റെയും ഒക്കെ എന്താണ് ഫുഡ്സ് ഒക്കെ എന്താന്നുള്ളത് പറയും. പിന്നെ കളേഴ്സ് എല്ലാം ഐഡന്റിഫൈ ചെയ്യും. പിന്നെ മോസ്റ്റ് സ്പീഡ് സൗണ്ട്സ് പറയും. പിന്നെ അവർക്ക് ഇത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ്സ് അങ്ങനത്തെ ഉള്ള വേർഡ്സ് അല്ല സൗണ്ട്സ്. പിന്നെ അത് കൂടുതൽ ഒരു 7 or 8 years ആ ഒരു ഇതിലാവുമ്പോഴാണ് കൂടുതൽ പേര് പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ ഓക്കെ. കുഞ്ഞു കരയുന്നുണ്ട്. ഓക്കെ മതി, കുഴപ്പമില്ല. നെക്സ്റ്റ് 2 പോയിന്റ് കൂടി ഉണ്ട്. 4 to 5 ആരാ പറയാ? രേഷ്മ ലിച്ചു ഒന്ന് പറയാമോ? 4 to 5. രേഷ്മ. സോഫിയ. ആരും പറയുന്നില്ലല്ലോ. ആരാ പറയാ? സമയം പോകുന്നു. ആരാ പറയാ? ഒരാൾ പറഞ്ഞേ. ആരെങ്കിലും ഒന്ന് മുന്നോട്ട് വായോ? എഴുതാനൊക്കെ തുടങ്ങുന്ന ടൈം, എഴുതാനൊക്കെ അവര് ആ ടൈമില് പിന്നെ കളിക്കാൻ അങ്ങനത്തെ കളറിങ് ഓരോ പസിലുകളൊക്കെ ചെയ്യാനൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ അവര് ശ്രദ്ധിച്ചിരിക്കും. ചെയ്യാനൊക്കെ തുടങ്ങും. എക്സ്പീരിയൻസ് ഇല്ല, ഞാൻ കണ്ടിട്ട്. ശരിയാണ്, പറഞ്ഞത് ശരിയാണ് കേട്ടോ. രാഖി പറഞ്ഞത് ശരിയാണ്. ഓക്കെ. നെക്സ്റ്റ് 5 years ഒന്ന് പറഞ്ഞേ. മുബീന 5 years. 5 yearsലുള്ള കുട്ടികൾക്ക് ടൈം സീക്വൻസ് മനസ്സിലാക്കാൻ കഴിയും. എപ്പോഴാണ് നടുന്നത്, എന്താണ് നടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ എനിക്ക് ആദ്യത്തെ അവസാനത്തെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ കഴിയും. അതുമാതിരി റൈമിംഗ് വേർഡ്സ് അറിയാം. പിന്നെ അവര് നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങും. അപ്പോ കൂടുതൽ സമയം ഇങ്ങനെ കോൺവെർസേഷന് വേണ്ടിയിട്ട് എൻഗേജ് ആവും. അവര് മറ്റുള്ളവരോട്
എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. പിന്നെ കുറച്ച് ലോങ് ആയിട്ടുള്ള സെന്റൻസ്, ലെങ്തി ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ സംസാരിക്കാൻ തുടങ്ങും. അതുപോലെ കോമ്പൗണ്ട് വേർഡ്സും കോംപ്ലക്സ് സെന്റൻസസും ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങും. അതുമാതിരി ഓരോ ഒബ്ജക്റ്റിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക, ഇത് ഇന്ന സംഭവമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അത് പറയാനും ഒക്കെ കഴിയും. അതുപോലെ അവർക്ക് ക്രിയേറ്റിവിറ്റി, അതുപോലെ ഇമാജിനേഷൻ, അങ്ങനെയുള്ള ഇതൊക്കെ, അതുപോലെ ഇമാജിൻ ചെയ്ത് സ്റ്റോറി പറയുക. ഇപ്പൊ ചില കുട്ടികളൊക്കെ അത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ സംസാരിക്കും, ഉള്ള കാര്യം പോലെ സംസാരിക്കും. അങ്ങനെ അതിനൊക്കെ കഴിയും. ഓക്കെ 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 ഓക്കെ. അപ്പൊ നമ്മള് ഒന്നുകൂടി നിങ്ങളൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയിപ്പിച്ചു കേട്ടോ. അപ്പൊ നമ്മൾ നേരെ ഇനി PDF സ്ലൈഡിലേക്ക് പോവാണ് കേട്ടോ. ഞാൻ അപ്പൊ എടുത്തിടാം, നിങ്ങൾ അതൊന്ന് എന്ത് ചെയ്യാ, മൈൻഡിലൊന്ന് റീഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, റെഡിയാണോ എല്ലാവരും? കണ്ടോ, Unit 5 ലാംഗ്വേജ് ഡെവലപ്മെന്റ് കേട്ടോ. ഈ ഒരു സ്ലൈഡ് മൊത്തം ഒന്ന് വായിക്കാം കേട്ടോ, മൈൻഡിൽ റീഡ് ചെയ്താൽ മതി. ഒരു 10 minutes സമയം തരാം കേട്ടോ. മാം അത് ക്രൈയിങ് കഴിഞ്ഞിട്ട് കൂയിങ് അല്ലേ? കൂളിംഗ് അല്ലല്ലോ, കൂളിംഗ് ആണോ കൂയിങ് ആണോ? എന്താ, കൂയിങ് ആണോ കൂളിംഗ് ആണോ? അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ? അതെ, അത് ഇല്ലാന്ന് തോന്നുന്നു അവിടെ. കൂയിങ് ആന്ന് തോന്നുന്നു. കൂളിംഗ് അല്ലേ മാം? കൂളിംഗ് ആണ്, കൂളിംഗ്. കൂളിംഗ് ആണ്, കൂളിംഗ് ആണ് കേട്ടോ. കൂളിംഗ് കൂളിംഗ്. ഇത് തന്നെയാണെന്നൊന്ന് കറക്റ്റ് നോക്കാനുണ്ട്, നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് നാളെ പറയാം കേട്ടോ, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ. ഓക്കെ മാം, ഇല്ലാന്നാ തോന്നുന്നത് എനിക്ക്. ആ ശരിയാണ്, കൂയിങ് മാത്രമേ വരുള്ളൂ എന്നാ തോന്നുന്നത് കേട്ടോ. എല്ലിന്റെ ആവശ്യം അവിടെ ഇല്ല, വേറെ മീനിങ് വരുമല്ലോ. കൂളിംഗ് എന്ന് പറയുമ്പോ തണുപ്പിക്കൽ എന്നല്ലേ വരിക. അതെ, കൂയിങ് പറയുമ്പോ സൗണ്ട്സ് ഉണ്ടാക്കണമെന്നാണ്. അപ്പൊ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ, സ്പെല്ലിംഗ് എറർ ആണ് കേട്ടോ ഇവിടെ വരുന്നത്. കൂയിങ് എന്നാണ് കേട്ടോ, എല്ലിന്റെ ആവശ്യം അവിടെ ഇല്ല. മർമറിങ് സൗണ്ട്സ് അല്ലേ കൂയിങ്? ആ അത് ഫുള്ളും വായിക്കണോ? എവിടെ വരെ വായിക്കണ്ടേ? ഈ ഒരു ഫസ്റ്റ് പേജ് മൊത്തം വായിക്കണം കേട്ടോ.
മാം ആ കുറച്ച് സ്ക്രോൾ ചെയ്യാൻ എന്താ പറഞ്ഞതിപ്പോ? സ്ക്രോൾ ചെയ്യുമോ? ആ കഴിഞ്ഞോ? ഓക്കെ. വായിച്ചു കഴിയുമ്പോ പറയാട്ടാ. കഴിഞ്ഞ ഓക്കെ, എല്ലാവരുടെയും കഴിഞ്ഞോ? Yes. ഓക്കെ. ഓക്കെ, അപ്പോ ഇതിനകത്ത് ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത് എന്താ? ലാംഗ്വേജിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ആണല്ലോ ഇവിടെ പറയുന്നത്. എന്താ പറയുന്നേ? Language, which is the ability to communicate using spoken words, distinguishes human beings from other animals. Okay. അതായത് നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ, അതായത് നമ്മൾ ടോക്ക് ചെയ്യുന്ന വേർഡ്സുകൾ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവാണെന്ത്? നമ്മുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാല് നമ്മള് എന്താണ്, പല വേർഡ്സുകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, അല്ലെ? ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോ നമ്മളിപ്പോ ഹ്യൂമൻ ബീയിങ്സ് ആണ്, നമ്മള് സൊസൈറ്റിയിലെ ഹ്യൂമൻ ബീയിങ്സ് ആണ്. നമ്മൾക്കുള്ള പ്രത്യേകത, അതായത് മനുഷ്യനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാല് മറ്റു മൃഗങ്ങളിൽ നിന്നും എന്തുവാണ്? ഭാഷ കൈകാര്യം ചെയ്യാൻ, അതായത് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ആർക്കുണ്ട്? മനുഷ്യന് ഉണ്ട്. അതാണ് മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് ആനിമൽസിൽ നിന്നൊക്കെ എന്താണ് നമ്മളെ വ്യത്യസ്തനാക്കുന്നത്. ഓക്കെ, അപ്പോ ഭാഷയാണ് എന്ത്? മറ്റാർക്കും ഇല്ലാത്ത ഒരു പ്രധാനപ്പെട്ട ഘടകം. ഭൂമിയിലെ ഏത് ഘടകങ്ങൾ, നമ്മുടെ അർത്ഥത്തിലെ ഏത് സബ്സ്റ്റൻസ് ഘടകങ്ങളെ പറ്റി നോക്കിയാലും എന്താണ്, മനുഷ്യർക്ക് മാത്രമേ എന്താണ് ഭാഷ ഉപയോഗിച്ച് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ അതിനകത്ത് ആദ്യം പറയുന്നുണ്ട്, ക്രൈയിങ് പറയുന്നുണ്ട്, അല്ലെ? ഓക്കെ, അതായത് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്, അല്ലെ? കുഞ്ഞെന്താണ് ഫസ്റ്റ് തന്നെ ചെയ്യുന്നത്? എന്താ?
കരയാനായിട്ട് തുടങ്ങും അല്ലെ. ആദ്യം തന്നെ ചെയ്യുന്ന ഇതാണ് എന്ത്, കരയുക എന്ന് പറയുന്നത്, ക്രൈയിങ്. അത് ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ് ക്രൈയിങ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ കൂയിങ് എന്നാണ്. ദ ചൈൽഡ് പ്രൊഡ്യൂസസ് സൗണ്ട് ഫ്രം ഹിസ് ത്രോട്ട്. അതായത് കുട്ടി എന്താ ചെയ്യുന്നേ, തൊണ്ടയിൽ നിന്ന് ശബ്ദം പുറപ്പെടുവിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതായത് ആദ്യം തന്നെ അവൻ കരയുമല്ലോ, കരഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യുന്നേ, അവന്റെ തൊണ്ടയിൽ നിന്ന് എന്ത് ചെയ്യും, ഓരോരോ സൗണ്ട്സ് എന്ത് ചെയ്യും, പുറത്തേക്ക് വരുത്താനായിട്ട് എന്ത് ചെയ്യുന്നു, കുട്ടി ശ്രമിക്കുന്നു. ഓക്കെ. തേർഡ് പോയിന്റ്, babbling, the child combines a vowel and consonant sound and repeats continuously ba ba ba. നമ്മൾ പറഞ്ഞു കഴിഞ്ഞായിരുന്നു അല്ലെ, എന്താ പറയുന്നേ, അതായത് കുട്ടി എന്താണ് വൊബൽ സൗണ്ടും അതുപോലെ തന്നെ എന്താണ് കൺസോണന്റ് സൗണ്ട് ഉപയോഗിച്ചിട്ട് എന്തിട്ടാണ് ബാ ബാ എന്ന് ആവർത്തിക്കുന്നു. ഓക്കെ. അപ്പൊ ഇവിടെ വൊബൽ സൗണ്ട് എന്നും പറയുന്നുണ്ട്, അതുപോലെ തന്നെ കൺസോണന്റ് സൗണ്ട് എന്നും പറയുന്നത്, അതായത് സ്വരാക്ഷരവും വ്യഞ്ജനാക്ഷരവും ഉപയോഗിച്ചിട്ട് അത് തമ്മിൽ ജോയിൻ ചെയ്തിട്ടാണ് കുട്ടി ബാ ബാ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ ബാ എന്ന് പറയുന്നതിനകത്ത് ബാ, അതായത് ബലൂണിന്റെ ബായ് ഉണ്ടല്ലോ, ആ ബായ് എന്ന് പറയുന്നത് കൺസോണന്റ് സൗണ്ട് ആണ്, വ്യഞ്ജനാക്ഷരമാണ്. ഇനി അതിനകത്ത് തന്നെ എ എന്ന് പറയുന്നത് സ്വരാക്ഷരമാണ്. ഓക്കെ, വൊവൽ സൗണ്ട് ആണ്. ഇത് രണ്ടിനെയും കൂടി ജോയിൻ ചെയ്തിട്ടാണ് കുട്ടി ബാ എന്ന് പറയുന്നത്. പിടികിട്ടിയോ നിങ്ങക്ക്? എത്ര അന്ന് ആരെങ്കിലും അക്ഷരങ്ങൾ പറഞ്ഞു വൊവൽ സൗണ്ട് മലയാളത്തിൽ പറ, അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് പറഞ്ഞാൽ മതി കേട്ടോ. ഒന്ന് പറഞ്ഞേ, സ്വരാക്ഷരവും വ്യഞ്ജനാക്ഷരവും എന്ന് പറഞ്ഞേ. ആ ആ ഇ ഈ ഉ ഏറു എ എ ഐ ഓ ഓ ഔ ആ സ്വരാക്ഷരങ്ങൾ. സ്വരാക്ഷരങ്ങൾ. ഇനി വ്യഞ്ജനം എന്ന് പറഞ്ഞേ. കായ്ക്ക കായ്ക്കങ്ങ, ചായ്ച്ച ചായ്ച്ചഞ്ഞ, തായ്ത്ത തായ്ത്തന, തായ്ത്ത തായ്ത്തന, പ ഫ ബ പ മ, യാ ര ല വ ശ ഷ സ ഹ ള ഴ റ. ഓക്കെ. ആരാ ഇപ്പൊ പറഞ്ഞേ? ആരാ പറഞ്ഞേ? ഞാനാണ്. ഓക്കെ ഓക്കെ. ഇനി വേറൊരാൾ പറഞ്ഞേ, പറയാൻ നോക്കണമല്ലോ. കുഞ്ഞുങ്ങൾക്ക് എന്തായാലും ഇത് പഠിപ്പിച്ചു കൊടുക്കണ്ടേ, വേണ്ടേ? സ്വരാക്ഷരങ്ങൾ പറയാം. പറ. അ ആ ഇ ഈ ഉ ഊ ഋ എ എ ഐ ഒ ഓ ഔ അം ആ. വ്യഞ്ജനങ്ങള് കഖ ഗഖ ങ, ചച്ച ജച്ച ഞ, ടഠ ഡഠ ണ, തഥ ദഥ ന, പഫ ബഫ മ, യ ര ല വ ശ ഷ സ ഹ ള ഴ റ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് അഞ്ജു. അടുത്തത് ആരാ പറയാ? ബ്ലാക്ക്ബെറീസ് എന്ന് പറഞ്ഞേ. ബ്ലാക്ക്ബെറീസ് എന്താ സ്വരങ്ങളും വ്യഞ്ജനങ്ങളും ഒന്ന് പറയാമോ? യെസ് മാം, പറയാം. ആ. സ്വരാക്ഷരങ്ങൾ അ ആ ഇ ഈ ഉ ഊ ഇ എ എ ഐ ഒ ഓ ഔ അം ആ. ക ഇഖ ഗ ഇഖ ങ, ച ഇച്ഛ ഛ ഇച്ഛ ഞ, ഠ ഇഠ ഠ ഇഠ ണ, ഠ ഇഥ ഠ ഇഥ ന, പ ഇഫ ഫ ഇഫ മ, യ ര ല വ ശ ഷ സ ഹ ള ഴ റ. ഓക്കെ, വെരി ഗുഡ് വെരി. ആരിഫ? യെസ് മാം, പറയണമെന്നുണ്ട്. ഒരാളിപ്പോ എന്നെ പഠിക്കുന്നില്ല. ആണല്ലേ? ആ, സാരില്ല. സബീക്ക ഒന്ന് പറഞ്ഞേ. അ ആ ഒരു മിനിറ്റ്. അ ആ ഇ ഈ ഉ ഊ എർ എ എ ഐ ഒ ഓ ഔ അം ആ. വ്യഞ്ജനാക്ഷരം പറയണം. പറഞ്ഞോ. കായ്ക്ക കായ്ക്കങ്ങ, ചായ്ക്ക ചായ്ച്ചഞ്ഞ, ഠായ്ട്ട ഠായ്ട്ടന, തായ്ത്ത തായ്ത്തന, പായ്പ പായ്പമ, യാ ര ല വ ശ സ ഹ ള റ. ഓക്കെ. അപ്പൊ ഒരു ഇതെല്ലാവർക്കും അറിയാം.
കുഴപ്പമൊന്നുമില്ല. അപ്പോ എന്താ പറയാ, ഇങ്ങനെയുള്ള ഈ എന്താ പറയാ സ്വരങ്ങളും അതുപോലെ തന്നെ വ്യഞ്ജനങ്ങളും ചേർത്തിട്ടാണ് ഇത് കുട്ടി ആ ഒരു ഇത് പറയുന്നത് കേട്ടോ. ബാ 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 എന്ന് പറയുന്ന ആ സൗണ്ട് വരുന്നത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്കിപ്പോ നമുക്കറിയാം, അതായത് കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് നഴ്സറി മുതൽ എന്താ പറയാ വർണ്ണങ്ങൾ, അതായത് ഒരു വർണ്ണവും അതുപോലെ തന്നെ ഒരു സ്വരവും ചേർന്നിട്ടാണ് ഒരു അക്ഷരം ഉണ്ടാവുന്നത്, ഒരു ലെറ്റർ ഉണ്ടാവുന്നത് കേട്ടോ. മലയാളത്തിലത്തെ കാര്യം കൊണ്ട് ഞാൻ പറയുന്നത് ക പ്ലസ് ആ ചേരുമ്പോഴാണ് നമ്മൾക്ക് എന്താ പറയാ ക എന്ന് പറയുന്ന കൺസണന്റ് സൗണ്ട് കിട്ടുന്നത്. അതെല്ലാവർക്കും അറിയാലോ, ആ കാര്യങ്ങളൊക്കെ അറിയാലോ. അറിയാം. ഓക്കെ, അപ്പൊ അതൊന്നും പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ കാ, കീ, കൂ അങ്ങനെയുള്ള കാര്യങ്ങള് വരുന്നത് ഇങ്ങനെയുള്ള, അതായത് ഒരു വർണ്ണവും അതായത് ഒരു വ്യഞ്ജനവും ഒരു സ്വരവും കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കേട്ടോ. അതൊക്കെ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കും, മനസ്സിലാവും, അവരുടെ ഇതിലൊക്കെ ഉണ്ടാവും, ആ ഒരു സിലബസിലും കാര്യങ്ങളിലൊക്കെ അതൊക്കെ ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് first meaningful word generally related to the primary caretaker ma pa. ഇതിനകത്ത് പറയുന്നത് എന്താ, അതായത് ആദ്യത്തെ ലെറ്റർ നമ്മൾ എന്താ പറയാ പ്രൈമറി കെയർടേക്കറുമായി പൊതുവായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ അർത്ഥവത്തായ വാക്കാണ് മാ പ. അതായത് കുട്ടികൾ എന്താണ് അമ്മാച്ചാന്ന് വിളിക്കുമല്ലോ കുട്ടികള്, ചിലവര് അമ്മാച്ചാന്ന് വിളിക്കും, ചിലര് മാ പാന്ന് വിളിക്കും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് കുഞ്ഞുങ്ങളെ നോക്കുന്ന അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ആദ്യത്തെ, അതായത് അവരുടെ പ്രാഥമികമായിട്ടുള്ള കെയർടേക്കർമാർ ആരാണോ അവരെ സൂചിപ്പിക്കുന്ന പദങ്ങളാണെന്ത് മായും അതുപോലെ തന്നെ പായും വരുന്നത് കേട്ടോ. നെക്സ്റ്റ്, സിംഗിൾ വേർഡ് സെന്റൻസസ് ബോൾ ക്യാൻ മീൻ ഐ സീ ബോൾ, ഐ വാണ്ട് ദ ബോൾ, മൈ ബോൾ ഫെൽ ഡൗൺ. അതുപോലെ തന്നെ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, സിംഗിൾ വേർഡ് സെന്റൻസുകൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ബോൾ എന്ന് പറയുന്നുണ്ട്, ഇവിടെ പറയുന്നുണ്ട് ഐ സീ എ ബോൾ, ഐ വാണ്ട് ദ ബോൾ, മൈ ബോൾ ഫെൽ ഡൗൺ. ഇതൊക്കെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു, സെന്റൻസുകളായിട്ട് ക്രിയേറ്റ് ചെയ്ത് പറയുന്നു. അതുപോലെ തന്നെ സ്റ്റേജ് ഓഫ് ടെലിഗ്രാഫിക് സ്പീച്ച്, വാണ്ട് ബോൾ, സീ ബോൾ. ടെലിഗ്രാഫിക് സ്പീച്ച് എന്ന് പറയുന്നത് ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അത് കുഞ്ഞുങ്ങൾ പറയുന്നതാണ്, അതായത് എനിക്ക് എന്താണ് ആ ബോൾ വേണം, അല്ലെങ്കിൽ ഞാൻ ആ ബോൾ കണ്ടു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് കുഞ്ഞുങ്ങൾ, അതായത് അവരുടേതായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു നമ്മളോട് പറയാനായിട്ട് ശ്രമിക്കുന്നു. അതാണ് ടെലിഗ്രാഫിക് സ്പീച്ച് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, സിമ്പിൾ സെന്റൻസസ്, ഐ വാണ്ട് എ ബോൾ. അതായത് സിമ്പിൾ സെന്റൻസുകൾ എന്ത് ചെയ്യുന്നു കുഞ്ഞ് പറയുന്നു, ഇപ്പൊ എനിക്കൊരു ബോൾ വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ കുഞ്ഞ് നേരത്തെ എന്താണ് വാണ്ട് ബോൾ എന്ന് പറയുന്ന ആ രണ്ട് വേർഡ്സിലാണ് ഒതുങ്ങിയതെങ്കിൽ ഏറ്റവും ലാസ്റ്റ് വരുമ്പോഴെന്താണ് ഐ വാണ്ട് എ ബോൾ എന്ന് കുട്ടി പറയാനായിട്ട് തുടങ്ങുന്നു. അപ്പോ ഓരോ സ്റ്റേജിലും എന്തുണ്ട്, അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഞാൻ തന്ന ടേബിളിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഏതൊക്കെ കാര്യങ്ങളാണ് കുഞ്ഞു ഓരോ സ്റ്റേജിലും ചെയ്ത് വന്നേന്ന് നിങ്ങൾക്ക് ആ ടേബിൾ നോക്കിയാൽ അറിയാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ അതിനോട് ബന്ധപ്പെടുത്തി അതിനോട് റിലേറ്റ് ചെയ്ത് മാത്രം ഈ കാര്യങ്ങൾ നമ്മൾ വായിച്ച് പോയാൽ മതി. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് സെന്റൻസ് ഒരാൾ വായിച്ചിട്ട് അതൊന്ന് ഷെയർ ചെയ്താൽ മതി കേട്ടോ. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ആ ഒരു സ്ലൈഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ജ്യോതി ഉദയം ഒന്ന് വായിച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ മോളെ. നെക്സ്റ്റ് പാരാഗ്രാഫ്. Learning any language indicates acquiring 4 skills, namely listening, speaking, reading, and writing. A 3-year-old has a vocabulary of about 900 words, but by the time he is 6 years old, the child has a spoken vocabulary of almost 12,000 to 14,000 words. So, language നമ്മൾ പഠിക്കുന്നെങ്കിൽ നമ്മൾ 4 skills പഠിച്ചിരിക്കണം. അത് ഒന്ന് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്. ഈ 4ഉം നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് മെയിൻ ലാംഗ്വേജിൽ വരുന്നത്. പിന്നെ ഒരു 3-year-old എത്രത്തോളം സംസാരിക്കാൻ പറ്റും എന്ന് വെച്ചാൽ ഒരു 900 വേർഡ്സ് വരെ പറയാൻ പറ്റും. അതേ കുട്ടി പിന്നെ 6 years ഏജ് ആകുമ്പോഴത്തേക്കും ഒരു 12,000 to 14,000 വേർഡ്സ് പറയാൻ പറ്റും. കണ്ടിന്യൂ ചെയ്യണമോ? കണ്ടിന്യൂ ചെയ്തോളൂ കേട്ടോ. പിന്നെ അപ്പൊ ഈ സ്റ്റേജിൽ കുട്ടിക്ക് ഇതൊക്കെ വരണമെങ്കിൽ ഇത്രയും വേർഡ്സ് പറയാൻ
വരണമെങ്കിൽ അവരുടെ ലിസണിങ്ങും സ്പീക്കിംഗ് സ്കിൽസും ഇംപ്രൂവ് ചെയ്യണം ഒരേ സമയത്ത്. അപ്പോൾ അവർക്ക് എങ്ങനെ ഇംപ്രൂവ് ആവുക വെച്ചാൽ നമുക്ക് അവരെ കൊണ്ട് സ്റ്റോറീസ് കേൾപ്പിക്കുക, പിന്നെ റൈംസ് അവരെ കൊണ്ട് പറയിപ്പിക്കുക, റിസൈറ്റിംഗ് റൈംസ്, പിന്നെ റെക്കോർഡഡ് മ്യൂസിക് അവരെ കൊണ്ട് കേൾപ്പിക്കുക, പിന്നെ മെഡിറ്റേഷൻ ചെയ്യിക്കുക. അവരുടെ കോൺസെൻട്രേഷൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യിക്കുന്നത്. പിന്നെ ഗെയിംസ് സച്ച് ആസ് ചൈനീസ് വിസ്പർ, അതായത് അറിയായിരിക്കും എല്ലാവർക്കും, ഒരു വാക്ക് അവരെ കുട്ടികളെ നമ്മളിങ്ങനെ ഒരു സർക്കിളിൽ ഇരുത്തിയിട്ട് ഒരു വേർഡ് നമ്മൾ ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കും. ആ വേർഡ് മറ്റേ കുട്ടി പറയും, ചെവി കൂടെ പറയണതാണ്, ഉറക്കെ പറയാൻ പാടില്ല. സോ അതങ്ങനെ പാസ് ചെയ്തിട്ട് അവസാനം വരുന്ന കുട്ടി അതെന്താ പറഞ്ഞതെന്ന് പറയണം. സോ തെറ്റിപ്പോയാല് അപ്പൊ അവരുടെ ലിസണിങ് എന്തോ അവർ ശരിക്കും ശ്രദ്ധിച്ചില്ല എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ സൈമൺ സേസ് പറയുമ്പോ അതൊരു ഗെയിമാണ്. ഇങ്ങനെ ടീച്ചർ ഇങ്ങനെ കുട്ടികളെ കൊണ്ട് സൈമൺ സേസ് സിറ്റ് പറയുമ്പോൾ അവരിയ്ക്കണം, സൈമൺ സേസ് സ്റ്റാൻഡ് പറയുമ്പോൾ അവർ നിൽക്കണം. നമ്മൾ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻ കൊടുത്തോ അതുപോലെ അവർ ചെയ്യണം. സൈമൺ സേസ് റൺ അല്ലെങ്കിൽ സൈമൺ സേസ് സിംഗ് എന്ന് പറയുമ്പോൾ അവരത് ചെയ്യുക. അതാണ് സൈമൺ സേസ് പറയുമ്പോൾ അതൊരു ഗെയിമാണ്. പിന്നെ ഡ്രോയിങ് ദ ചൈൽഡ്സ് കോൺസെൻട്രേഷൻ ടു വേരിയസ് സൗണ്ട്സ് ഇൻ ദ എൻവിറോൺമെന്റ് ആർ ഓൾ എസെൻഷ്യൽ ടു ഡെവലപ്പ് ദ ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് സ്കിൽസ് ഇൻ ചിൽഡ്രൻ. സോ ഇതൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെ കുട്ടിയുടെ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ചില കുട്ടികളെ കൊണ്ട് നമുക്ക് ഇതിലില്ല, പക്ഷെ ഞാൻ ആഡ് ചെയ്യാണ്, നമുക്കൊരു മാർക്കർ വെച്ചിട്ട് ബോർഡിൽ അവരെ കൊണ്ട് വരപ്പിക്കാൻ പറയാം. ഒരു കാറ്റ് അല്ലെങ്കിൽ ഒരു സർക്കിൾ വരയ്ക്കുക, ആ സർക്കിളിന്റെ ഉള്ളില് 2 ഐസ് വരയ്ക്കുക, പിന്നെ ഒരു നോസ് വരയ്ക്കുക. അങ്ങനെ നമ്മൾ എന്ത് ഇൻസ്ട്രക്ഷൻ പറഞ്ഞോ അതുപോലെ അവർ ബോർഡിൽ ഡ്രോ ചെയ്യുക. അപ്പൊ അങ്ങനെ കുട്ടിയുടെ കോൺസെൻട്രേഷൻ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. The pre-reading skills include recognizing alphabets and their phonetic sounds and the capacity to move the eye from left to right in a straight line. So അവര് ഇങ്ങനെ വായിക്കാൻ നോക്കുക, ആൽഫബറ്റ്സ് ഒക്കെ ഒരേ വരിയിൽ ഇങ്ങനെ, പിന്നെ അതെങ്ങനെ പറയാ, ഉച്ചാരണം എങ്ങനെ ചെയ്യണ്ട എന്ന് പഠിക്കുക. പിന്നെ അവരെ കൊണ്ട് ബുക്സ് വായിപ്പിക്കുക, ചെറിയ അവരുടെ ഇതിനനുസരിച്ചുള്ള ബുക്സ്. പിന്നെ ഐ ഹാൻഡ് കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യാൻ അവർക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് കൊടുക്കാം. ഇപ്പോൾ ബീഡ്സ് അതിലേക്ക് കോർക്കാൻ പറയാം, ബിൽഡിംഗ് ബ്ലോക്സ് ചെയ്യിക്കാം. പിന്നെ ദീസ് ക്യാൻ ബി ഡെവലപ്പ് ത്രൂ മെനി ആക്ടിവിറ്റീസ് വിത്ത് സ്പെഷ്യലി ഡിവൈസ്ഡ് മെറ്റീരിയൽസ് ആൻഡ് വെറൈറ്റി ഓഫ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആക്ടിവിറ്റീസ് മെൻഷൻ ഇൻ ദ യൂണിറ്റ് ഓൺ മോട്ടോർ ഡെവലപ്മെന്റ്. സോ അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ആക്ടിവിറ്റീസ് ചെയ്യിക്കാം. ഓക്കെ വെൽ ഡൺ. നന്നായിട്ട് ചെയ്തു കേട്ടോ, നന്നായിട്ട് പറഞ്ഞു. ഓക്കെ നന്നായിട്ട് പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് ഇപ്പോ ജ്യോതി ഉദയ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എന്താ പറയാനുള്ളത്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ 2 ഗെയിംസിനെ കുറിച്ചിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ജസ്റ്റ് ഒന്ന്, അത് കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതലായിട്ട് പറയാം കേട്ടോ. അതായത് ഇവിടെ ഫസ്റ്റ് പറയുന്നത് നമ്മൾ ഏതെങ്കിലും നമ്മൾ ലാംഗ്വേജ് പഠിച്ചാലുള്ള ഗുണം. ഓക്കെ, അതായത് ഇപ്പൊ നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് ആയ മലയാളം ആയാലും നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷ്, ഹിന്ദി, അതായത് ലോകത്തിൽ പല ഭാഷകളുണ്ട് അല്ലെ, പല ലാംഗ്വേജസ് ഉണ്ട്. അത് നമ്മൾ പഠിച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ അത് ഏത് ഭാഷയായിക്കോട്ടെ, അത് നമ്മൾ പഠിക്കുമ്പോൾ അതിലൂടെ നമുക്ക് കിട്ടുന്ന ചില സ്കിൽസ് ഉണ്ട്. ഒന്നാമത്, നമ്മൾ ഏത് ഭാഷയാണോ നമ്മൾ പഠിക്കുന്നത് അത് നമുക്ക് ലിസൺ ചെയ്താൽ, അതായത് കേട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അതുപോലെ തന്നെ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറയാനായിട്ട് സാധിക്കും. അതുപോലെ അത് നമ്മൾക്ക് വായിക്കാനായിട്ട് പറ്റും. അതുപോലെ അത് എഴുതാനും നമുക്ക് പറ്റും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷോ ചൈനീസോ അറബിയോ എന്ത് നിങ്ങൾ പഠിച്ചു വിചാരിക്കട്ടെ, ആ പഠിച്ച് നിങ്ങൾ കഴിയുമ്പോൾ ഈ 4 കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും, സ്കിൽസ് രൂപപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ലിസ്ണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ഈ 4 കാര്യങ്ങളാണ് ഒരു ഭാഷ പഠിക്കുന്നതിലൂടെ നമ്മൾ സ്വന്തമാക്കുന്നത്. ഓക്കെ, അതാദ്യം നമ്മൾ അറിഞ്ഞിരിക്കുക കേട്ടോ. ലിസ്ണിംഗ്, സ്പീക്കിംഗ്,
റീഡിങ് ആൻഡ് റൈറ്റിംഗ്. 4 പോയിന്റ്സ്. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് ഒരു 3 വയസ്സായ കുട്ടിക്ക് അവരുടെ വെക്കാബുലറി എന്ന് പറയുന്നത് എത്രയാണ്? 900 വേർഡ്സ് ആണ്. ഓക്കെ, 900 വേർഡ്സ് ആണ് ഒരു 3 വയസ്സായ കുട്ടിയുടെ വെക്കാബുലറി എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? ബട്ട് ബൈ ദ ടൈം ഹീസ് 6 years old the child has a spoken vocabulary almost. അതായത് കുട്ടി ഒരു 6 വയസ്സൊക്കെ ആകുമ്പോൾ തുടങ്ങി എത്രയാ പറയുന്നത്? ഒരു 1000 ഇവിടെ എത്രയാ പറയുന്നതാ? ഒരു 12,000 തുടങ്ങി 14,000 വേർഡ്സ് വരെ, ഒരു 12,000 തുടങ്ങി 14,000 വേർഡ്സ് വരെ കുട്ടി പറയുന്നതാണ് പറയുന്നത് കേട്ടോ. 3 വയസ്സില് 900 ആണെങ്കിൽ കുട്ടിയുടെ 3 വയസ്സിന്റെ ഇരട്ടിയാണ് എന്ത്? ഡബിൾ ആണ് 6 വയസ്സെന്ന് പറയുന്നത്. ആ ഒരു പ്രായമാകുമ്പോൾ 12,000 തുടങ്ങിയിട്ട് 14,000 വേർഡ്സ് വരെ കുട്ടി യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഇവിടെ പറയുന്നത് ഭാഷ നമ്മളൊരു ലാംഗ്വേജ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിലൂടെ 4 സ്കിൽസ് നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. പിന്നെ 3 വയസ്സിലും 6 വയസ്സിലും കുട്ടിയുടെ വൊക്കാബുലറി എന്താണ്? ഇതാണ് ഈ ഒരു പാരാഗ്രാഫിൽ നമുക്ക് മെയിൻ ആയിട്ട് ഓർത്തിരിക്കാനുള്ളത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ നമുക്ക് പ്രധാനമായിട്ടും ചില സ്കിൽസുകൾ, ഫോർ സ്കിൽസ് വരുന്നുണ്ട്. ഒന്ന് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഇത്രയുമാണ് ഞാൻ നേരത്തെ പറഞ്ഞു ലാംഗ്വേജ് നമ്മൾ പഠിച്ചെടുത്താൽ നമ്മൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിനായിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണ്? അതായത് കുട്ടികൾക്ക് ചില ഗെയിംസ്, അതുപോലെ തന്നെ ആക്ടിവിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതിലൂടെ കുട്ടിയുടെ ലിസണിങ് അതുപോലെ സ്പീക്കിംഗ് സ്കില്ലൊക്കെ എന്താണ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് ആ ഭാഷയുമായി ബന്ധപ്പെട്ടുള്ള, നമ്മൾ കുട്ടിയെ ഏത് ലാംഗ്വേജ് ആണോ പഠിപ്പിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ എന്താണ് കുട്ടി എന്ത് ചെയ്യും? ആ ഒരു കാര്യം കുട്ടി പഠിക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എന്താണ് കുട്ടി ഇപ്പൊ ഒരു സ്റ്റോറി കേൾപ്പിക്കുവാണെങ്കിലോ, നമ്മളത് ഡെയിലി ചെയ്യണം കേട്ടോ. ഡെയിലി ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കാര്യങ്ങളും പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കുട്ടി ഒരു സ്റ്റോറി കേൾപ്പിക്കുവാണെങ്കിലോ, അല്ലെങ്കിൽ എന്താണ് ഒരു റൈം കുട്ടിയെ കേൾപ്പിക്കുവാണെങ്കിലോ, അല്ലെങ്കിൽ എന്താണ് ഒരു മ്യൂസിക് റെക്കോർഡിട്ട് കേൾപ്പിക്കുവാണെങ്കിലോ, മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കുവാണെങ്കിലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഇവിടെ പറയുന്നുണ്ട് ചൈനീസ് വിസ്പർ, സൈമൺ സെയ്സ്, അങ്ങനെയുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നതിലൂടെ കുട്ടികളുടെ കോൺസെൻട്രേഷൻ നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട്, അത് ഇംപ്രൂവ് ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പൊ ജ്യോതി നേരത്തെ പറഞ്ഞു 2 ഫേമസ് ആയിട്ടുള്ള ഗെയിംസുകളാണ് എന്ത്? ഒന്ന് ചൈനീസ് വിസ്പർ, മറ്റൊന്ന് സൈമൺ സേസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ചൈനീസ് വിസ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഒരാൾ, അതായത് കുറച്ചു പേര് എന്താണ്, കുറച്ച് കുട്ടികളെ നിർത്തിയിട്ട് എന്ത് ചെയ്യും? അപ്പോ അതിനകത്ത് എന്താ പറയാ, സൂപ്പർവിഷൻ കൊടുക്കുന്ന ഒരാളുണ്ടാവും. ആ ആള് ആദ്യത്തെ കുട്ടിയുടെ ചെവിട്ടിൽ ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു സെന്റൻസ് പറയും. അതെന്ത് ചെയ്യും? ആ കുട്ടി അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്ത്, അത് നമ്മുടെ ചെവിയിലാണെന്ന് പറയാം, സ്വകാര്യത്തിലാണെന്ന് പറയാം. അപ്പൊ ആദ്യത്തെ ആള് പറയുന്നത് എന്താണോ അത് തന്നെ, ആ വേർഡ് തന്നെ എന്താണ് ഇങ്ങനെ പാസ് ചെയ്ത് പോകും. അങ്ങനെ ലാസ്റ്റ് ഒരാളിൽ ചെല്ലുമ്പോൾ അത് ആ വാക്ക് എന്താണെന്ന് ചോദിക്കും. ആ വാക്ക് എന്താണെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോ ആദ്യത്തെ കുട്ടി പറഞ്ഞ വാക്കായിരിക്കില്ല അവസാനത്തെ കുട്ടി പറയുന്നത്. അതായത് അവർ കേൾക്കുന്ന ഒരു ഇതിൽ വ്യത്യാസം വരും. ഓരോ കുട്ടികളുടെയും കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വേറെ ലെവലാണല്ലോ. അപ്പൊ കേൾക്കുന്നതിൽ എന്ത് വരും? വ്യത്യാസം വരും. അങ്ങനെ വ്യത്യാസം വരും. അപ്പൊ ചിലവരിൽ എന്ത് ചെയ്യും? അത് തെറ്റും. അങ്ങനെയാണ് എന്ത് പോകുന്നത്? ഈ ചൈനീസ് വിസ്പർ എന്ന് പറയുന്ന ആ ഗെയിം പോകുന്നത് കേട്ടോ. എനിക്കിത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ എന്തോ ഒരു വഴി ഇത് ചെയ്യാനായിട്ട്, എന്തെങ്കിലും വഴിയുണ്ടോ നമുക്കിത് ചെയ്യാൻ? ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? നമുക്കിത് ചെയ്യാൻ പറ്റുമോ? ജ്യോതി, ചെയ്യാൻ പറ്റുമോ? ചൈനീസ് വിസ്പർ ചെയ്യാൻ പറ്റുമോ? ഓൺലൈനിൽ ചെയ്യാൻ പറ്റുമോന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അറിയില്ല. ഇത് ചെയ്തിട്ടായിരുന്നു, പക്ഷെ ഒരു നിവൃത്തിയില്ല. ഞാൻ നോക്കിയത് ഇതെങ്ങനെയാണ് പോസിബിൾ അല്ല. അത് നമ്മള് നേരിട്ട് കണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ ഇത് ഇതിന്റെ ഭാഗമാണ് കേട്ടോ. ഇതൊക്കെ ചെയ്യുന്നത്, ഇതൊക്കെ ചെയ്യാനുള്ളതാണ്. പക്ഷെ ഒരു നിവൃത്തിയില്ല. ഇത് എങ്ങനെ ചെയ്യുന്നതാണ് ആലോചിക്കുന്നത്.
ഓക്കെ, ഇനി അടുത്തത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൈമൺ സേസ് എന്ന് പറഞ്ഞതാണ് നമ്മൾ ഒരു ആക്ഷൻ കാണിക്കും, അത് മറ്റുള്ളവർ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു വേർഡോ അല്ലെങ്കിൽ ഒരു ആക്ഷനോ കാണിച്ചിട്ട് അത് മറ്റുള്ള കുട്ടികൾ എന്ത് ചെയ്യണം, പറയാനായിട്ട് ചെയ്യാനായിട്ട് നോക്കണം. ചെയ്തില്ലെങ്കിൽ അവർ ഔട്ട് ആവും. അതാണ് സൈമൺ സേസ് എന്ന് പറയുന്നത്. അപ്പൊ 2 ഗെയിംസ് ആണ് എന്ത് ഇതുമായിട്ട് പോപ്പുലർ ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാല് കുട്ടികൾക്ക് കൂടുതൽ എന്ത് ചെയ്യാനാണ്, കോൺസെൻട്രേഷൻ കൂടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളും മറ്റും നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോ നിങ്ങളൊന്ന് പറഞ്ഞേ, കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ കൂടാനുള്ള ബാക്കിയുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ്? നിങ്ങളുടേതായ ഐഡിയയിൽ ഒന്ന് പറഞ്ഞേ. എന്തൊക്കെ, നിങ്ങൾ ഒരു മോണ്ടിസോറി ടീച്ചറായെന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾ അത് ആവാൻ വേണ്ടിയിട്ടാണല്ലോ പഠിക്കുന്നത്. ആയിക്കഴിഞ്ഞാല് നിങ്ങളുടെ കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ കൂടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാ യൂസ് ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്യും? മാം, ഞാനൊരു കോളേജിൽ പഠിപ്പിക്കുകയാണ്. അപ്പൊ ചിലപ്പോ ഞാൻ ഇങ്ങനെ സ്റ്റുഡൻസ് ഡൗൺ ആയി കഴിഞ്ഞാൽ, എന്തെങ്കിലും ബോറായി കഴിഞ്ഞാൽ, അവർക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഞാനിങ്ങനെ അവരുടെ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗെയിംസ് ചിലത് ഇതുപോലെ തന്നെ ചൈനീസ് വിസ്പർ അല്ലെങ്കിൽ സൈമൺ സൈസ് ഒക്കെ കളിപ്പിക്കും. അതിന്റെ കൂട്ടത്തില് ഇങ്ങനെ നമ്പേഴ്സ് ഞാൻ ഇങ്ങനെ പറയും. 4 എന്ന് പറയുമ്പോൾ 2 കാണിക്കണം, നമ്മുടെ ഫിംഗേഴ്സ് ഉണ്ട്. 2 എന്ന് പറയുമ്പോൾ 4 കാണിക്കണം, 1 എന്ന് പറയുമ്പോൾ 5 കാണിക്കണം, 5 എന്ന് പറയുമ്പോൾ 1 കാണിക്കണം. അപ്പൊ അവരെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് ആക്കുക. പക്ഷെ അവർ കറക്റ്റ് ആയിട്ട് കാണിച്ച് നമുക്ക് ഫിംഗേഴ്സോടെ കാണിക്കണം. ഇപ്പൊ 2 എന്ന് പറഞ്ഞാൽ 4 കാണിക്കുക, 4 എന്ന് പറയുമ്പോൾ 2 കാണിക്കുക, 1 എന്ന് പറയുമ്പോൾ 5 എന്ന് കാണിക്കുക, 5 എന്ന് പറയുമ്പോൾ 1 എന്ന് പറഞ്ഞ് കാണിക്കുക. അങ്ങനെ ഒരു ഗെയിം കണ്ടക്ട് ചെയ്യും. അപ്പോ അത് അവരുടെ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യും. അപ്പൊ അതിൽ ഔട്ട് ആയവർ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ അവസാനം 1 or 2 പേരാണ് ലാസ്റ്റ് വരിക. അപ്പൊ ഇടയ്ക്ക് ഒരു ഇന്റർവെൽ പോലെ അവരെ കൊണ്ട് ഇങ്ങനെ ഈ ഗെയിംസ് കളിപ്പിക്കാറുണ്ട് അല്ലേ? ഏത് കോളേജിലാണ് ജ്യോതി പഠിപ്പിക്കുന്നേ? ഇവിടെ കുറ്റിപ്പുറത്ത് പഠിപ്പിക്കുകയാണ്. കുറ്റിപ്പുറം മലപ്പുറത്തിന്. മലപ്പുറം അല്ലേ? ഏത് സബ്ജക്റ്റാ പഠിപ്പിക്കുന്നേ? ഞാൻ അവിടെ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ പഠിപ്പിക്കുന്നു. ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അടുത്തത് ആരാ പറയാനേ? നിസിയ സമദ്, കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാ പറയുന്നേ? രാഗി സനില് മെമ്മറി ടെസ്റ്റ് ചെയ്താൽ നല്ലതാ. ഓക്കെ, മെമ്മറി ടെസ്റ്റ് എങ്ങനെയാ ചെയ്യുന്നത് രാഗി? വെച്ചിട്ട് അവരെ ഇങ്ങനെ ആദ്യം കാണിക്കണം റൗണ്ടില്, എന്നിട്ട് അത് പിന്നെ മനസ്സിലായില്ല, ഒന്നും കൂടി പറയോ, മനസ്സിലായില്ല, ക്ലിയർ ആയില്ല. ഒബ്ജക്ട്സ് എല്ലാം കൂടെ വെച്ചിട്ട് അവര് റൗണ്ടിൽ കാണിക്കണം. എന്നിട്ട് അത് കാണാതെ എഴുതണം. എന്നിട്ട് കൂടുതൽ എഴുതുന്ന ആൾക്ക് ഫസ്റ്റ് കിട്ടും. അങ്ങനെ ഒബ്ജക്ട്സിന്റെ പേര് കൂടുതൽ എഴുതുന്ന ആൾക്ക് അത് മെമ്മറി. ഓർത്ത് എഴുതുമ്പോ അത് കുറച്ചും കൂടെ ലിസണിങ് കൂടുമല്ലേ, കോൺസെൻട്രേഷൻ കൂടും അല്ലേ? ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്, പിന്നെ നെയിം പ്ലേസിംഗ് ആനിമൽ കൂടി അവരെ കൊണ്ട് കളിപ്പിക്കാൻ പറ്റും തോന്നുന്നു. എന്താണ് നെയിം പ്ലേസിംഗ് ആനിമൽ? അപ്പോ ഞങ്ങളിത് ചൈൽഡ്ഹുഡിൽ ഇങ്ങനെ കളിച്ചിരുന്നു. അപ്പൊ നമ്മൾ മനസ്സിലിങ്ങനെ ഒരു സ്റ്റുഡന്റ് പറയും A to Z വരെ നമ്മളോട് മനസ്സിൽ ഇങ്ങനെ പറയാൻ. അപ്പൊ അവര് സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ ഏത് ലെറ്റർ ആണോ നമ്മൾ സ്റ്റോപ്പ് ചെയ്തേ, മേ ബി ഇപ്പോൾ N ആയിരിക്കാം. അപ്പൊ ആ ലെറ്റർ വെച്ചിട്ട് നമ്മുടെ കൂടെ ഉള്ള മറ്റുള്ള ഫ്രണ്ട്സും കൂടി ഉണ്ടെങ്കിൽ അവരും കൂടി ഈ ഗെയിമിൽ ഇൻവോൾവ് ആണെങ്കിൽ അവര് എല്ലാവരും കൂടി ആ N വെച്ചിട്ട് ഒരു നെയിം എഴുതുക, പിന്നെ ഒരു പ്ലേസ് നെയിം എഴുതുക, പിന്നെ ഒരു തിങ്, പിന്നെ ഒരു ആനിമൽ, ഇങ്ങനെ അതേ ലെറ്റർ വെച്ചിട്ട് എഴുതുക. സോ ആരെങ്കിലും തെറ്റിച്ച് എഴുതിയാൽ അവർ ഔട്ട്. അതുപോലെ അതും ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് ആരാ? സാന്ദ്ര വർഗീസ്. ചെറിയ എക്സസൈസും യോഗാസും ഒക്കെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് പോലെ തന്നെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കാം. പിന്നെ നമ്മൾ ഓരോ ഷേപ്സുകളില്ലേ, ഷേപ്സുകൾ വരച്ചിട്ടുള്ളതുമേ കറക്റ്റ് ഷേപ്സിന്റെ കട്ട്ഔട്ട്സ് അവരെ കൊണ്ട് വെപ്പിക്കാൻ ശ്രമിക്കാം. അപ്പൊ അവർക്ക് ഒന്നുകൂടെ കോൺസെൻട്രേഷൻ കൂടും. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ മെത്തേഡ്സ്?
അതെ മാം, 2 പിക്ചേഴ്സ് കൊടുത്തിട്ട് അതില് ഒരു പിക്ചേഴ്സിൽ എന്തെങ്കിലും ഡിഫറൻസ്, 2 പിക്ചേഴ്സിൽ നിന്ന് എന്തെങ്കിലും ഡിഫറൻസ്, അങ്ങനെ കളിക്കുടുക്കയിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. ആ ഓക്കെ ഓക്കെ, അങ്ങനെ നമുക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം അല്ലേ? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ദീപ്തി ഹരി. യെസ് മാം. ആ എന്തൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം കുട്ടികളുടെ കോൺസെൻട്രേഷൻ കൂട്ടാനായിട്ട്? എന്തൊക്കെ വഴികളുണ്ട്? എനിക്ക് ഇതായിട്ട് അറിയില്ല. ഞാനിവിടെ പിള്ളേരെ കൊണ്ട് മറ്റേ പസിൽസ് നെയിം ഇപ്പൊ ഒരു വേർഡ് പറഞ്ഞിട്ട് അതിന്റെ ലാസ്റ്റ് ഇത് വരുമല്ലോ, അപ്പൊ ആ വേർഡ് വെച്ചിട്ട് ഇങ്ങനെ പറയിപ്പിക്കും. അങ്ങനെ ഞാനിവിടെ ചെയ്യിക്കണേ. അപ്പൊ അവർക്ക് കുറച്ചും കൂടി ഒരു ഇത് കിട്ടാറുണ്ട്. പിന്നെ അവർ ചെറിയ രീതിയിൽ എക്സസൈസ് ഒക്കെ ചെയ്യും. അവരുടെ അച്ഛൻ ചെയ്യണ കണ്ട് ചെറിയ രീതിയിലൊക്കെ ചെയ്യാറുണ്ട് അല്ലേ? സുഡോക്കു എന്ന് പറഞ്ഞ ഒരു ഗെയിം ഇല്ലേ, അത് കളിച്ചാൽ നല്ലൊരു കോൺസെൻട്രേഷൻ ആണ്. സുഡോക്കു കളിച്ചാൽ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ നീ ആരാ പറയാനുള്ളേ? ആൽഫ ജേക്കബ്. ആ ബ്ലാക്ക് ബെറീസ് പറഞ്ഞോളൂ. പിള്ളേർക്ക് വഴി കാണിച്ചു കൊടുക്കൂലേ? ഒരാള് അപ്പുറം നിൽക്കുന്നു, ഒരാൾ ഇപ്പുറം നിൽക്കുന്നു, അണ്ട് തെറ്റായ വഴി അത് നമ്മൾ ശരിയാക്കി കൊടുക്കാൻ, അത് ശരിയായ വഴിയിലൂടെ പോകാൻ വേണ്ടി നമ്മൾ വഴി കാട്ടുക എന്നും പറഞ്ഞു. അത് ഈ കളിക്കുടുക്കയിലൊക്കെ വരുന്ന ഒരു ഗെയിമാ. അപ്പൊ അതൊക്കെ പറഞ്ഞു കൊടുത്താല് കുട്ടിക്ക് എന്താണ് നല്ല രീതിയിൽ അല്ലേ മനസ്സിലാക്കാൻ സാധിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ കോൺസെൻട്രേഷൻ കൂട്ടാനുള്ള വേറെ വല്ല ഫുഡ് ഐറ്റംസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇല്ലല്ലേ? എനിക്കിത് കറക്റ്റ് അറിയില്ല കേട്ടോ, അതാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. നിങ്ങൾക്ക് വല്ലതും അറിയാമോ? അബാക്കസ് ചോദിച്ചാ മതി. അബാക്കസ് ചോദിച്ചാ മതി. അങ്ങനെ അബാക്കസ് ചെയ്താല് കൂടുതലായിട്ട് അതിപ്പോ മാത്സ് അതിൻ്റെതായിട്ടുള്ളതല്ലേ? ഈ ഇതും അതായത് ഇതുമായിട്ടുള്ള ഇടാണോ അതപ്പോ? അത് കുറെ നമ്മൾ ആയിട്ടാണെങ്കിലും കോൺസെൻട്രേഷൻ കിട്ടാനൊക്കെ അബാക്കസ് പഠിപ്പിക്കണം നല്ലതാണ്. പിന്നെ സ്കൂളുകളില് 1 2 3 4 5 പറയരുത്, ബസ് അങ്ങനെ പറയണമെന്നും പറഞ്ഞൊരു ഗെയിം കളിപ്പിക്കാറുണ്ട് പിള്ളേരെ. 5 and 10 ഒന്നും പറയാൻ പാടില്ല. 5 ഡിജിറ്റിന് 5 ഡിജിറ്റ് ഒന്നും പറയാൻ പാടില്ല. പിന്നെ മെമ്മറി ഗെയിം ഉണ്ട് മാം. അത് ഞാൻ എന്റെ പിള്ളേരെ കാണിച്ചു കൊടുക്കും. മെമ്മറി ഗെയിം തന്നെ നമ്മൾ ഏതെങ്കിലും ഇപ്പൊ മോണ്ടിസോറി ലെവലിലാണെങ്കിൽ കുട്ടികളെ കൊണ്ട് ഫ്രൂട്ട്സിന്റെ പേര്, ഇപ്പോ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളെ നിർത്തിയിട്ട് ഒരു കുട്ടി സ്റ്റാർട്ട് ചെയ്യാം ആപ്പിൾ, അപ്പൊ അടുത്ത കുട്ടി ആഡ് ചെയ്യാം ആപ്പിൾ മാംഗോ, അതിന്റെ അടുത്ത കുട്ടി ആപ്പിൾ മാംഗോ ഓറഞ്ച്, അപ്പൊ അതുപോലെ ലാസ്റ്റ് വരുന്ന കുട്ടി എല്ലാം പറഞ്ഞിട്ട് ഒരു ഫ്രൂട്ടും കൂടി ആഡ് ചെയ്യാം. അപ്പൊ അതുപോലെ എല്ലാ ഇത് വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻസെക്ട്സോ അല്ലെങ്കിൽ ആനിമൽസോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ, അങ്ങനെ ഏതെങ്കിലും ഒരു തീം എടുത്തിട്ട് ഗ്രൂപ്പ് ആക്കിയിട്ട് ചെയ്യാം. അതും മെമ്മറീനെ ഇംപ്രൂവ് ചെയ്യും അല്ലേ? ഓക്കെ, നമുക്ക് ഒന്ന് ചെയ്ത് നോക്കിയാലോ? ഇപ്പൊ പറഞ്ഞത് ജ്യോതി ഉദയ അത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നണം അല്ലേ? ഇല്ലേ? പറ്റില്ലേ? അത് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ജ്യോതി തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഞാൻ പറയാം ആദ്യം ജ്യോതി, അത് കഴിഞ്ഞിട്ട് ഞാൻ പേര് പറയാം, അവര് പറയണം. ജ്യോതി കഴിഞ്ഞിട്ട് ഇപ്പൊ ജ്യോതി പറഞ്ഞാൽ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഇത് ജിഷ ടീച്ചർ ഒരു പ്രാവശ്യം കളിപ്പിച്ചിട്ടുണ്ട് ക്ലാസ്സിൽ. എന്താ? ജിഷ ടീച്ചർ ഒരു പ്രാവശ്യം ഇതുപോലെ കളിപ്പിച്ചിട്ടുണ്ട് ക്ലാസ്സിൽ. കളിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ കുറച്ചു പേരുടെ പേര് വിളിക്കാം. അവര് ജ്യോതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതിന് ശേഷം വരുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്തിട്ട് പോണം. നിങ്ങളെ കളിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ജ്യോതി സ്റ്റാർട്ട് ചെയ്തോളൂ. മാം തീം ഏതാണ്? തീം ജ്യോതി തന്നെ പറഞ്ഞോളൂ, ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്തോളൂ. എന്താണെന്ന് വെച്ചാൽ ഏത് നമ്മുടെ ലെവലിലാണോ കുട്ടികളുടെ ലെവലിലാണോ ആലോചിക്കുകയാണ്? അല്ല, നമ്മുടെ ലെവലിലാണോ കുട്ടികളുടെ ലെവലിലാണോ പറയേണ്ടത്? നമ്മുടെ ലെവല് വേണ്ട, കുട്ടികളുടെ ലെവല് മതി. നമ്മൾ കുട്ടികളായിട്ട് ഇരുന്നാ മതി ഇപ്പൊ കേട്ടോ. കുട്ടികളുടെ ലെവലില് മതി. ഓക്കെ, വെജിറ്റബിൾസ് പറയാമോ?
വെജിറ്റബിൾസ് പറയാം. ഓക്കെ. ടൊമാറ്റോ. ടൊമാറ്റോ. ഓക്കെ. ബ്ലാക്ക്ബെറീസ് പറഞ്ഞോളൂ ബാക്കി. പൊട്ടറ്റോ. അങ്ങനെയാണോ പറയുന്നത്? ആഡ് ചെയ്യണ്ടേ? ആഡ് ചെയ്യണം. ആഡ് ചെയ്യണം. ഇപ്പൊ ടൊമാറ്റോ എന്ന് പറഞ്ഞല്ലോ ജ്യോതി, അതിന്റെ കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് പോന്ന അതേ ഓർഡറിൽ പറയണം. അതേ ഓർഡറിൽ പറയണം എന്ന്. നിങ്ങള് കളിച്ചിട്ടില്ലേ ഒരു പ്രാവശ്യം ഇത്? ഇല്ല, ഞങ്ങള് കേറിയിട്ടില്ല. കേറിയിട്ടില്ല? അത് ആദ്യത്തെ നമുക്കൊരു കാര്യം ചെയ്യാം. ആഡ് ചെയ്യേണ്ട പേരുകൾ മാത്രം പറഞ്ഞാൽ മതി. ഇപ്പൊ വെജിറ്റബിൾസിന്റെ ഓരോ പേരുകൾ മാത്രം പറഞ്ഞാൽ മതിയല്ലേ? അങ്ങനെ മതിയോ? എന്താ? ആഡ് ചെയ്ത് പറയണം. ഓക്കെ. അപ്പോ അത് തന്നെ പറയാം. ഇപ്പൊ ജ്യോതി ടൊമാറ്റോ എന്ന് പറഞ്ഞു. ബ്ലാക്ക്ബെറീസ് ആഡ് ചെയ്ത് പറയട്ടോ. ബ്ലാക്ക്ബെറീസ് പോയോ? വേറെ ഒരാൾ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാ മതിയോ? മതി മതി. എന്നാ മോനിഷ പറഞ്ഞോളൂ. മോനിഷ. ടൊമാറ്റോ, ബ്രിഞ്ചാൾ. രണ്ട് മോനിഷ. രണ്ട് മോനിഷ ഉണ്ട് അല്ലെ? മോനിഷ മനു പറഞ്ഞു ടൊമാറ്റോ, ബ്രിഞ്ചാള്. നെക്സ്റ്റ് എന്താ? മോനിഷ ജിനീഷ പറഞ്ഞത്. മോനിഷ ജിനീഷാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ദീപ്തി ഹരി. യെസ് മാം. പറഞ്ഞോളൂ. ടൊമാറ്റോ, ബ്രിഞ്ചൽ, പൊട്ടറ്റോ. ടൊമാറ്റോ, ബ്രിഞ്ചാൾ, പൊട്ടറ്റോ. ഇനി രതി. ടൊമാറ്റോ, ബ്രിഞ്ചാൾ, പൊട്ടറ്റോ, ക്യാബേജ്. ഓക്കെ. നെക്സ്റ്റ് മുബീന. ടൊമാറ്റോ, ബ്രിഞ്ചാൾ, പൊട്ടാറ്റോ, ക്യാബേജ്, കോളിഫ്ലവർ. ഓക്കെ. നെക്സ്റ്റ് ആൽഫ ജേക്കബ്. ടൊമാറ്റോ, ബ്രിഞ്ചാൾ, പൊട്ടറ്റോ, ക്യാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ്. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ജസ്ന. ജസ്ന. സോറി, മ്യൂട്ടായി കിടക്കായിരുന്നു. ടൊമാറ്റോ, ബ്രിഞ്ചാൾ, പൊട്ടറ്റോ, ക്യാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ്, ഓണിയൻ. ഓക്കെ ഓക്കെ. വെരി ഗുഡ്. നെക്സ്റ്റ് നിസിയ സമദ്. ടൊമാറ്റോ, ബ്രിഞ്ചാൾ, പൊട്ടറ്റോ, ക്യാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ്, ഒനിയൻ, ബീട്രൂട്ട്. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് സബീക. സബീക. ടൊമാറ്റോ, പൊട്ടറ്റോ, ബ്രിഞ്ചാൾ, ക്യാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ്, ഒനിയന്, ബീട്രൂട്ട്, ലേഡീസ് ഫിംഗർ. ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ് രാഖി. ടൊമാറ്റോ, ബ്രിഞ്ചാൾ, പൊട്ടറ്റോ, ക്യാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ്, ഒണിയൻ, ബീട്രൂട്ട്, ലേഡീസ് ഫിംഗർ, പംകിൻ. ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ഞാനാ പറയാ. ബിൻസി. ബിൻസി. യെസ് മാം. പറഞ്ഞു. ടൊമാറ്റോ, പൊട്ടറ്റോ, ബ്രിഞ്ചൽ, ക്യാരറ്റ്, കാബേജ്, ലേഡി ഫിംഗർ, ക്യാപ്സിക്കം. അത്ര വരെ ഓർമ്മയുള്ളൂ. ആണോ? ഓർഡർ ശരിയാണോ? ഓർഡർ തെറ്റാണ്. ഞാനേ അതിന്റെ ഇടയിലൊന്നും എനിക്ക് നെറ്റ് കണക്ട് ആയില്ല, അതാണ് ഉണ്ടായത്. അപ്പൊ ഇവിടെ വെച്ചിട്ട് കളി അവസാനിക്കും. എങ്ങനെയാ ഇത് കറക്റ്റ്? ടൊമാറ്റോ, പൊട്ടാറ്റോ മാത്രമേ കേട്ടുള്ളൂ. പിന്നെ അതിന്റെ ഇടയിൽ കാബേജ് കേട്ടു, പിന്നെ അതിൽ ക്യാരറ്റ് കേട്ടു. ഇടയ്ക്കിടയ്ക്ക് നെറ്റിന്റെ പ്രോബ്ലം വരുന്നായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഒന്നും പോയിട്ടുള്ളു. അതുകൊണ്ട് എനിക്ക് കേൾക്കാണ്ടായത്. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ആള് പറയാം. നെക്സ്റ്റ് ആരാ? നെക്സ്റ്റ് ആര് പറയും? മോനിഷ മനു പറഞ്ഞായിരുന്നോ? ഇല്ല. പറഞ്ഞോളൂ കേട്ടോ. ടൊമാറ്റോ, ബ്രിഞ്ചാൾ, പൊട്ടറ്റോ, ക്യാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ്, ഒനിയൻ, ബീട്രൂട്ട്, ലേഡി ഫിംഗർ, പംകിൻ, കുക്കുംബർ. നെക്സ്റ്റ് കൃഷ്ണ. കൃഷ്ണ. ടൊമാറ്റോ, ബ്രിഞ്ചാൾ, പൊട്ടാറ്റോ, ക്യാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ്, ഒനിയൻ, ബീട്രൂട്ട്, ലേഡീസ് ഫിംഗർ,
pumpkin, cucumber, bitter gourd. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ഇനി ആരാ പറയാനുള്ളത്? ഭാവന ഭാവന ഭാവന. ആരിഫ. യെസ് മാം. പറഞ്ഞോളൂ കേട്ടോ. ടൊമാറ്റോ, ബ്രിഞ്ചാൾ, പൊട്ടറ്റോ, ക്യാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ്, ഒനിയൻ, ബീട്രൂട്ട്, ലേഡി ഫിംഗർ, പംകിൻ, കുക്കുംബർ, ബിറ്റർ ഗാർഡ്, റാഡിഷ്. ഓക്കെ. ഇനി അഞ്ജു KB. Yes, ma'am. പറഞ്ഞോ. Tomato, brinjal, potato, cabbage, cauliflower, carrot, onion, beetroot, lady's finger, pumpkin, cucumber, bitter gourd, radish, drumstick. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ സമയമായിട്ട് 9 മണിയായി. അപ്പൊ എന്ത് ചെയ്യാം, ഇതുപോലെ എന്തെങ്കിലും ഗെയിംസും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നാളെ പറയാം കേട്ടോ. നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ക്ലാസ് ഇൻട്രസ്റ്റ് ആവുമല്ലോ. ഇത് പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെയുള്ള ഗെയിംസും കാര്യങ്ങളും എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് പോവാം കേട്ടോ. അപ്പൊ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. Okay, ma'am. Thank you, ma'am. Good night, ma'am. താങ്ക് യു. ഞാൻ ഓഫീസിൽ വന്നിട്ടാണ് ക്ലാസ് എടുക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ഈ കറക്റ്റ് നേരത്ത് വൈൻഡ് അപ്പ് ചെയ്യുന്നത്. രാത്രിയാണല്ലോ, ഒറ്റയ്ക്ക് പോകണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ. Okay, ma'am. താങ്ക് യു. Okay, ma'am. Thank you. താങ്ക് യു. Okay, ma'am. Thank you. Thank you, ma'am.